ബദലിനെ തകർക്കുന്ന വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും തിരിച്ചറിയുക. എം വി ശശിധരൻ, ജനറൽ സെക്രട്ടറി, കേരള NGO യൂണിയൻ. ഇന്ത്യയിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി കൊണ്ടുവന്നതാര്? അടൽ ബിഹാരി വാജ്പേയി സർക്കാർ. PFRDA നിയമം പാസാക്കിയതാര്? ആരെല്ലാം പിന്തുണച്ചു? എതിർത്തത് ആര്? പാസാക്കിയത് മൻമോഹൻ സിംഗിന്റെ രണ്ടാം UPA സർക്കാർ. BJP സഖ്യകക്ഷികളും പിന്തുണച്ചു. എതിർത്തത് ഇടതുപക്ഷം. കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് ആര്? എന്നു മുതൽ? 1/4/2013 മുതൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രത്യേക താൽപ്പര്യമെടുത്താണ് നടപ്പിലാക്കിയത്. NPS-നെതിരെ പണിമുടക്ക് സമരം നടത്തിയതാര്? NGO യൂണിയനും FSCTO, ആക്ഷൻ കൗൺസിൽ, സമരസമിതി സംഘടനകളും. സമരത്തെ ഒറ്റുകൊടുത്തതും പരാജയപ്പെടുത്താൻ ശ്രമിച്ചതും ആരാ? NGO അസോസിയേഷൻ, സെറ്റോ, ഫെറ്റോ സംഘടനകൾ. പങ്കാളിത്ത പെൻഷൻ പദ്ധതി വൻ ലാഭമാണെന്ന് പറഞ്ഞതാരാ? ഉമ്മൻചാണ്ടി, UDF സർക്കാർ, NGO അസോസിയേഷൻ. NPS കളക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് ജീവനക്കാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ സമരത്തിൽ എന്തെങ്കിലും റോൾ അന്ന് ഉണ്ടായിരുന്നോ? ഇല്ലെന്ന് മാത്രമല്ല, അവർ സർവീസിലേക്ക് വന്നത് 2 കൈ നീട്ടി പങ്കാളിത്ത പെൻഷൻ അംഗീകരിച്ച് 10% പിടിക്കാൻ ഒപ്പിട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ പിന്നെ സമരം ചെയ്യാൻ ആർക്കാണ് അവകാശം? NGO യൂണിയൻ, FSCTO. ഇതെല്ലാം ശരി തന്നെ. പക്ഷേ പിണറായി പറ്റിച്ചു, NGO യൂണിയൻ വഞ്ചിച്ചു. അതെങ്ങനെ ശരിയാകും? ചരിത്രമൊന്നും പറയരുത്. അതേ ശരിയാകൂ. അതല്ലേ കുടില രാഷ്ട്രീയ തന്ത്രം. ഇങ്ങനെയാണ് പ്രചാരണത്തിൻ്റെ പോക്ക്. സംസ്ഥാന സർവീസിൽ പങ്കാളിത്ത പെൻഷൻ സമ്പ്രദായത്തോട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എടുത്ത നിലപാടും ഇപ്പോഴും പുലർത്തുന്നതും സൂക്ഷ്മമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. 2013 ശേഷം സർവീസിൽ വന്നവരെ തെറ്റിദ്ധരിപ്പിച്ച് വലത് രാഷ്ട്രീയത്തിൻ്റെ ഇന്നലകളിലെ തെറ്റിനെ വെള്ളപൂശാനും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന സാമ്രാജ്യത്വ തന്ത്രത്തിലൂടെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ ഒളിച്ചു കടത്താനുമാണ് ചില മാധ്യമങ്ങളും സിവിൽ സർവീസിലെ തന്നെ ചില വാട്സാപ്പ് കൂട്ടായ്മക്കാരും ശ്രമിക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായി ഒരു പ്രമുഖ മലയാള പത്രത്തിൽ വന്ന വാർത്തകളും NPS കളക്റ്റീവുകാരുടെ പ്രചാരണങ്ങളും ഇത്തരത്തിലുള്ളതാണ്. കത്തില്ല, പിണറായി പറ്റിച്ചു എന്നാണ് വാർത്ത. പറയാത്ത കാര്യം പറഞ്ഞുവെന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് വാർത്ത കൊടുക്കുന്നതിൻ്റെ കൗടില്യം വല്ലാത്തത് തന്നെ. കേന്ദ്ര സർക്കാരിന് കത്തയച്ചെന്ന് പറയുന്ന പ്രസ്താവനയുടെ പേപ്പർ കട്ടിങ്ങോ അതോ വിവരാവകാശ രേഖയോ വാർത്തയുണ്ടാക്കാൻ നൽകിയ ഗൂഢാലോചന തിരക്കഥയ്ക്കനുസരിച്ച് ഇപ്പോൾ വാങ്ങിച്ചെടുത്ത വിവരാവകാശ രേഖ പോലുള്ളത് എന്തെങ്കിലും ഹാജരാക്കിയതായി കണ്ടോ? ഇല്ല. ഇനി ആ വാർത്തയിൽ എവിടെയെങ്കിലും ഇന്ത്യയിലും കേരളത്തിലും പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് ആരാണെന്ന് പറയുന്നത് ഏത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാലും കാണില്ല. 9 വർഷമായി NPS പുനഃപരിശോധിക്കാമെന്ന് വാക്ക് പറഞ്ഞ് പറ്റിക്കുന്നുവെന്ന്. എന്നാൽ ഇത് പുനഃപരിശോധിക്കേണ്ടി വരുന്നത് 2013 ആരോ ഒരാൾ അജ്ഞാതൻ ലിഖിത ചരിത്രത്തിൽ എവിടെയും ലഭ്യമല്ല. പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയതോ അതല്ല, ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ NPS എന്ന സംഗതിയാണ് പിണറായി പുനഃപരിശോധിക്കാതിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ പേര് ഒരിടത്ത് പോലും പറയാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജീവനക്കാരെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിനാണ്. പക്ഷേ ജീവനക്കാർ എളുപ്പം ഒന്നും മറക്കില്ല. രാജ്യത്ത് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ 2002 ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ GOP 56/2002 ഫിൻ ഡേറ്റ് 16/1/2002 സംസ്ഥാനത്ത് പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് UDFന്റെ മുഖ്യമന്ത്രി AK ആന്റണിയാണ്. അതിന് സകല പിന്തുണയും നൽകി അതിനെതിരായ സമരത്തെ ഇകഴ്ത്തി കാണിച്ച പത്രമാണിന്ന് മുതലക്കണ്ണീർ വാർക്കുന്നത്. ഈ ഉത്തരവിലെ പങ്കാളിത്ത പെൻഷൻ പരാമർശം പിൻവലിച്ചത് 2006 അധികാരത്തിൽ വന്ന VS ഗവൺമെൻറ്റാണ്. പത്രത്തിൽ എവിടെയും അത് കാണില്ല. രാജ്യത്ത് 1/1/2004 മുതൽ NPS നടപ്പിലാക്കിയത് BJP സർക്കാരാണെന്നും PFRDA നിയമം നടപ്പിലാക്കിയത് രണ്ടാം UPA സർക്കാർ BJP പിന്തുണയോടെയാണെന്നത് വാർത്തയിൽ പരാമർശമേ ഇല്ല. 2013 ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ NPS നടപ്പിലാക്കിയപ്പോൾ പിന്തുണച്ചതും പണിമുടക്ക് സമരത്തിനെതിരായി നിരന്തരം വാർത്ത നൽകിയതും ഈ പത്രമാണ്. അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി 4-ാം നാൾ ജനുവരി 12 നൽകിയ ലീഡ് ന്യൂസ് സമരത്തെ ഇകഴ്ത്തി കാണിക്കാനും സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാനുമായി അക്രമ സമരം 4-ാം നാൾ എന്നാണ് വാർത്ത കൊടുത്തത്. അന്നേ ദിവസം തന്നെ പങ്കാളിത്ത പെൻഷൻ എന്ത്, എങ്ങനെ, എവിടെ എന്ന എഡിറ്റോറിയൽ പേജിലെ വാർത്ത. പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച നിലപാട് പറയുന്നുണ്ട്. സംസ്ഥാന വരുമാനത്തിൻ്റെ 80.61% പെൻഷനും ശമ്പളത്തിനുമാണ് ചെലവഴിക്കുന്നത്. ഇങ്ങനെ പോയാൽ വികസനക്ഷേമ പ്രവർത്തനത്തിന് കാശുണ്ടാകില്ല, കടം കയറും. ഈ നിലപാടിൽ നിന്ന് പത്രം മാറ്റം വരുത്തിയോ? മലപ്പുറത്ത് പണിമുടക്കിയ ജീവനക്കാരുടെ പ്രകടനത്തിന്റെ ഫോട്ടോയ്ക്ക് നൽകിയ അടിക്കുറിപ്പ് പങ്കാളിത്ത കൂവലെന്നാണ്. തുടർന്ന് പണിമുടക്ക് അവസാനിച്ചപ്പോൾ പണിമുടക്ക് പരാജയപ്പെട്ടെന്ന് വാർത്ത നൽകി ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. സെറ്റോ, ഫെറ്റോ, NPS കളക്റ്റീവ് തുടങ്ങിയവരെല്ലാം ഒന്നായി ചേർന്ന് NGO യൂണിയനെ എതിർക്കുന്നതിലാണ് താല്പര്യം. കാരണം മറ്റൊന്നുമല്ല,
പങ്കാളിത്ത പെൻഷനെതിരെ ശരിയായ നിലപാടെടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നതാണ്. സംഘപരിവാർ കോർപ്പറേറ്റ് അജണ്ടയ്ക്ക് കീഴ്പ്പെടാൻ തയ്യാറില്ലാത്തതുമാണ്. NGO അസോസിയേഷനും സെറ്റോ സംഘടനയും NPS-നെതിരായ സമരത്തെ ഒറ്റിക്കൊടുത്തവരാണ്. ഫെറ്റോ സംഘടനകൾ 2 ദിവസം മാത്രം പണിമുടക്കി പാലം വലിച്ചുപോയി. ഈ സമരത്തിൽ ഐക്യത്തോടെ 2002-ലേതുപോലെ നിന്നിരുന്നെങ്കിൽ NPS-നെ അകറ്റി നിർത്താമായിരുന്നു. ഇപ്പോഴെങ്കിലും കാബിനറ്റിന്റെ പുതുമുഖമാണെങ്കിലും സംഗതി മനസ്സിലാക്കി നിലപാട് മാറ്റിയല്ലോ. NPS കളക്റ്റീവ് നേതാക്കളാകട്ടെ മെയ്യനങ്ങാതെ കൈ നനയാതെ മീൻ പിടിക്കാനാണ് ശ്രമം. അതിനവർ വെള്ളം കലക്കാനും ശ്രമിക്കുന്നു. 2013-ലെ പണിമുടക്കിൽ യാതൊരു റോളും വഹിക്കാനുണ്ടായിരുന്നിട്ടില്ലാതെ പങ്കാളിത്ത പെൻഷനെ അംഗീകരിച്ച് സർവീസിൽ വരുന്നത്. എന്നിട്ടാണ് NPS-നെതിരെ NGO യൂണിയൻ നടത്തിയ സമരത്തിനെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്. കേരള NGO യൂണിയനും അതിൻ്റെ അംഗങ്ങൾക്കും അഭിമാനത്തോടെ പറയാം, NPS-നെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടെടുത്ത പ്രസ്ഥാനം. അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോഴും സമരം ചെയ്യാനും എല്ലാ ജീവനക്കാരെയും അണിനിരത്താനും സാധിക്കുന്നത്. ഇക്കൂട്ടർ ഒരിക്കലെങ്കിലും PFRDA നിയമം പിൻവലിക്കാൻ പറഞ്ഞതായി കാണുമോ? ഇല്ലെന്ന് മാത്രമല്ല, അത് പിൻവലിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്ത് സംഘപരിവാറിൻ്റെ വളർത്ത സംഘടനയായ NMOPS-ന്റെ പരിപാടിയിൽ പങ്കെടുക്കുകയും UPS-നെ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ NGO യൂണിയൻ UPS-നെതിരായ നിലപാടാണ് എടുത്തത്. PFRDA നിയമം എന്തിനാണ് പിൻവലിക്കുന്നത്? ആർട്ടിക്കിൾ 309 പ്രകാരം പിൻവലിക്കാമല്ലോ. NPS-കാരെ പണയം വെച്ച് കടം വാങ്ങി, അതിനാൽ പിൻവലിക്കാനാകില്ല. ഇങ്ങനെ പോകുന്നു പ്രചരണം. PFRDA നിയമം അനുസരിച്ചാണ് കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. 2013 ഒക്ടോബർ 11-ന് NPS ട്രസ്റ്റുമായും നവംബർ 12-ന് NSDL-ലുമായും അന്നത്തെ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി V. സോമസുന്ദരം സംസ്ഥാന സർക്കാരിന് വേണ്ടി എഗ്രിമെന്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. NPS ട്രസ്റ്റുമായി ഉണ്ടാക്കിയ കരാറിലെ 4-ാമത്തെ ഖണ്ഡിക ഇങ്ങനെയാണ്: The Government of Kerala hereby confirms and states that it shall comply with all instruction and requirements of the PFRDA or NPS Trust from time to time and be bound by the same without any demur. ഇനി 9-ാം ഖണ്ഡിക കൂടി നോക്കാം. The Government of Kerala hereby convenes to be found by and comply with all the instructions or direction of communications of PFRDA or NPS Trust as may be issued from time to time. ഇങ്ങനെയൊക്കെ കരാർ ഒപ്പിട്ടവർക്ക് യാതൊരു കുഴപ്പവുമില്ല. പിണറായി വിജയൻ പറ്റിച്ചു, NGO യൂണിയൻ വഞ്ചിച്ചു. പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതി റിപ്പോർട്ടിനെയും സർക്കാരിനെ വിമർശിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിനെ പൂർണ്ണമായും വേണ്ട 1 മുതൽ 4 വരെയുള്ള പേജുകളെങ്കിലും വായിക്കണം. കമ്മീഷന്റെ ജനറൽ റെക്കമെൻഡേഷനിൽ പറയുന്നത് ഇങ്ങനെയാണ്: കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ ഓഫ് റിവ്യൂ, വി ഹാവ് കൺസിഡേർഡ് ഇറ്റ്സ് എൻറ്റയർ സ്കോപ്പ് അറ്റ് ദി ഔട്ട്സെറ്റ്. ഇറ്റ് ഇസ് ടു ബി ബോൺ ഇൻ മൈൻഡ് ദാറ്റ് റിവേഴ്സിബിലിറ്റി ഇസ് നോട്ട് എ വെർച്യൂ ബൈ ഇറ്റ് സെൽഫ്. Necessity to reverse arises only where an error is made. We do not find any apparent error, illegality or impropriety in the earlier government order regarding contributory pension scheme. പങ്കാളിത്ത പെൻഷനിൽ തിരികെ പോകുന്നത് ഗുണകരമല്ലെന്നും പങ്കാളിത്ത പെൻഷൻ തിരികെ പോകുന്നത് ഉത്തരവിൽ യാതൊരു തെറ്റും അനൗചിത്യവും കാണുന്നില്ലെന്നുമാണ് കമ്മീഷന്റെ പൊതുനിഗമനം. തുടർന്ന് നടത്തിയ പ്രത്യേക ശുപാർശകൾ സ്പെസിഫിക് റെക്കമെൻഡേഷനിൽ പറയുന്ന 5 എണ്ണവും പങ്കാളിത്ത പെൻഷൻ ശക്തിപ്പെടുത്താനുള്ളതാണ്. പങ്കാളിത്ത പെൻഷനെ നിലനിർത്തിക്കൊണ്ടുള്ളതും ശക്തിപ്പെടുത്തുന്നതുമാണ്. ഭരണഘടന ആർട്ടിക്കിൾ 309 അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് പിൻവലിക്കുന്നതിന് തടസ്സമില്ലെന്ന് റിപ്പോർട്ടിലെ ഒരു പരാമർശം, ശുപാർശയല്ല, മുറുകെ പിടിച്ചാണ് ചിലർ പുനഃപരിശോധനാ റിപ്പോർട്ട് പൊക്കിപ്പിടിക്കുന്നത്. എന്നാൽ അതിൻ്റെ തൊട്ടു താഴെയുള്ള പരാമർശം പറയുന്നത് NPS പിൻവലിക്കുന്നത് സാമ്പത്തികമായി സംസ്ഥാനത്തിന് ഗുണകരമാവില്ല എന്നാണ്. NPS കളക്റ്റീവുകാരും മാധ്യമങ്ങളും ഇതിനെ പുകഴ്ത്തുമ്പോൾ ഈ റിപ്പോർട്ട് അതേപടി അംഗീകരിക്കണമെന്ന അഭിപ്രായം ഉണ്ടോ എന്നറിയാൻ ജീവനക്കാർക്ക് താല്പര്യമുണ്ടാകാം. 1/4/2013 ശേഷം സർവീസിൽ വരുന്ന ആൾക്ക് ആദ്യം പ്രാൺ നമ്പർ നൽകുന്നത് NSDL എന്ന സ്ഥാപനമാണ്. PFRDA നിയമപ്രകാരം PFRDAയുടെ റെക്കോർഡ് കീപ്പിംഗ് സ്ഥാപനമാണ് NSDL. അതുപോലെ ജീവനക്കാരനും സർക്കാരും നൽകുന്ന വിഹിതം കൈകാര്യം ചെയ്യുന്നത് PFRDA നിയമപ്രകാരം പ്രവർത്തിക്കുന്ന NPS ട്രസ്റ്റുമാണ്. അപ്പോൾ പിന്നെ ജീവനക്കാരന് പെൻഷൻ സംബന്ധിച്ച ബാധകമായ നിയമം PFRDA ആണെന്നതിൽ ആർക്കും സംശയമുണ്ടാകാനിടയില്ല. ഭരണഘടനയുടെ 309 ആർട്ടിക്കിൾ അനുസരിച്ച് നിയമമുണ്ടാക്കിയാലും നിയമപരമായി ഈ ജീവനക്കാർക്ക് ബാധകമായിട്ടുള്ള നിയമം PFRDA ആയിരിക്കും. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 254 വ്യക്തമാക്കുന്നത് സംസ്ഥാന നിയമവും കേന്ദ്ര നിയമവും തമ്മിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ കേന്ദ്ര നിയമം നിലനിൽക്കുമെന്നാണ്. സുപ്രീം കോടതി ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം അധ്യായ ദിനം വർദ്ധിപ്പിക്കുന്നതിന് KER പ്രകാരം ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയപ്പോൾ അതിനെ ചിലർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത് വിദ്യാഭ്യാസ അവകാശ നിയമം 2009 വെച്ചാണ്. ഹൈക്കോടതി വ്യക്തമാക്കിയത് KERന് മുകളിലാണ് വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ്. ശനി പ്രവൃത്തി ദിവസം തടയുകയുണ്ടായി. ഇതൊന്നും മനസ്സിലാക്കാതെ കേവല സംസ്ഥാന ബാധ്യതയായി മാത്രം പെൻഷനിൽ ചുരുക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്, ശാശ്വത പരിഹാരത്തിനല്ല.
പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരുകൾ അടച്ച വിഹിതം കണക്കിലെടുത്ത് പെൻഷൻ ഫണ്ട് അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് 0.3% അധിക വായ്പ അനുവദിക്കുന്നതാണ് സംഭവം. 70,000 കോടി രൂപ ഇതിനായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് തുക വായ്പയായി നൽകുന്നത്. നേരത്തെ അടച്ച കാശിന്റെ വിഹിതം എന്ന നിലയിലാണിത്. പുതിയതല്ല. തുടരുമെന്ന് പറഞ്ഞ് കരാർ ഉണ്ടാക്കിയിട്ടല്ല വായ്പ. അത് പിൻവലിക്കുന്നതിന് തടസ്സവുമല്ല. സംസ്ഥാന സർക്കാർ പങ്കാളിത്ത പെൻഷൻ സംബന്ധിച്ച് നടത്തിയ പുനഃപരിശോധനയിൽ അടിയന്തര നടപടി സ്വീകരിക്കണം. അത് UPS പോലെ ആയിരിക്കരുത്. അത് ജീവനക്കാർക്ക് അനുഗുണമായിരിക്കണം. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുന്ന രീതി ആയിരിക്കുകയും വേണം. കേരള NGO യൂണിയനും FSCTO ആക്ഷൻ കൗൺസിൽ സംഘടനകളും തുടക്കം മുതൽ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാണ്. ഇപ്പോൾ വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ്. ഈ ഓണക്കാലത്ത് എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ച് സംസ്ഥാന സർക്കാർ ഓണാഘോഷം സംഘടിപ്പിക്കുമെന്നായപ്പോഴാണ് അസംതൃപ്തി വിതയ്ക്കാൻ ശ്രമം. ഒരു ഗഡു ക്ഷാമബത്ത നൽകി, ബോണസും അലവൻസും വർദ്ധിപ്പിച്ച് നൽകി, ജീവനക്കാരെയും അധ്യാപകരെയും ചേർത്ത് നിർത്തി. 62 ലക്ഷം കുടുംബങ്ങൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോ ഓണച്ചന്തകൾ എങ്ങും സ്ഥാപിച്ചു. കേന്ദ്ര സർക്കാർ കടുത്ത ഉപരോധവും വിവേചനവും ഏർപ്പെടുത്തുകയും GST ഇനത്തിൽ വീണ്ടും വിഹിതം കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്താണ് ഓണം സമൃദ്ധമാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ നടപടികൾ. ഇതിന് മങ്ങലേൽപ്പിക്കാനുള്ള ശ്രമങ്ങളെ നാം തിരിച്ചറിയണം. അവകാശാനുകൂല്യങ്ങൾ നേടിയെടുക്കാനും ജനപക്ഷ ബദൽ നയങ്ങൾ സംരക്ഷിക്കാനും ഇത്തരം വ്യാജ പ്രചാരണങ്ങളിൽ നാം വീഴാതെ നോക്കണം.